ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ജസ്റ്റ് ക്രിയേറ്റീവ് വേൾഡ്. ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ്. മുതിര വെച്ചിട്ടാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. എല്ലാവർക്കും അറിയാം മുതിര ഒത്തിരി ഹെൽത്തിയാണെന്നുള്ളത്. ഇതുണ്ടാക്കുന്നതിൻ്റെ ഒപ്പം തന്നെ മുതിരയുടെ കുറച്ച് ഹെൽത്ത് ബെനിഫിറ്റ്സും കൂടെ നമ്മൾക്ക് അറിഞ്ഞിരിക്കാം. ബ്ലഡ് ഷുഗർ കുറയ്ക്കാനുള്ള കഴിവ് മുതിരയ്ക്കുണ്ട്. അതുകൊണ്ട് തന്നെ ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ ഇതൊരുപാട് നല്ലതാണ്. ആൻറ്റി ഓക്സിഡൻസ് ധാരാളം അടങ്ങിയിട്ടുള്ള ഒന്നാണ് മുതിര. കിഡ്നി സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ കുറയ്ക്കാനും യൂറിൻ ഫ്ലോ കൂട്ടാനും ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മൾക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അതിനായിട്ട് 1 കപ്പ് മുതിര ഞാൻ എടുത്തിട്ടുണ്ട്. ഇതിനകത്ത് കല്ലുണ്ടോ എന്നൊക്കെ ആദ്യമേ ചെക്ക് ചെയ്യണം. അതെല്ലാം മാറ്റിക്കളഞ്ഞതിന് ശേഷം നമ്മൾക്കിത് പ്രഷർ കുക്കറിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് കഴുകിയെടുക്കണം. കഴുകിയെടുത്തതിന് ശേഷം വേണം നമ്മൾക്കിത് വേവിക്കാനായിട്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കിഡ്നിക്കൊക്കെ ഇത് ഒത്തിരി നല്ലതാണ്. ഇത് സൂപ്പ് പോലെയൊക്കെ കുടിക്കുന്നത് കിഡ്നി സ്റ്റോൺ മാറ്റാൻ സഹായിക്കും. അൾസർ വരാതിരിക്കാനും വായ്പുണ്ണ് കുറയ്ക്കാനുള്ള കഴിവും മുതിരയ്ക്കുണ്ട്. ചുമ, കോൾഡ് ഇതൊക്കെ കുറയ്ക്കാനുള്ള കഴിവും മുതിരയ്ക്കുണ്ട്. അതുമാത്രമല്ല നമ്മുടെ ഹാർട്ടിനും ഒത്തിരി നല്ലതാണ് മുതിര. ഇതിലെ കല്ലൊക്കെ പറക്കി കളഞ്ഞതിന് ശേഷം നല്ല പോലെ ഇതൊന്ന് കഴുകിയെടുക്കണം. 4-5 പ്രാവശ്യം ഒന്ന് കഴുകിയെടുക്കുക. അതിനുശേഷം വേണം നമ്മൾക്കിത് വേവിക്കാനായിട്ട്. കഴുകിയെടുത്ത മുതിരയ്ക്കകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഇത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ 3 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം കുറച്ച് കൂടിയാലും കുഴപ്പമില്ല, നമ്മൾക്കത് വറ്റിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. ഞാനിവിടെ മുതിര കുതിരാനിട്ടിട്ടൊന്നുമില്ല. മുതിര കഴുകിയതിന് ശേഷം നേരെ വേവിച്ചെടുക്കാൻ പോവാണ്. ഇത് തലേദിവസം കുതിരാനിട്ടിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഒരുപാട് വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാര്യം, തടി കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മുതിര ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് മുതിര എന്നും നിങ്ങളുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. ഇനി ഇത് 3-4 വിസിൽ വരുന്നവരെ ലോ ഫ്ലെയിമിലിട്ട് വേവിക്കുക. ഞാനിവിടെ 4 വിസിൽ വരുന്നവരെയാണ് വേവിച്ചിട്ടുള്ളത്. ഇനി ഇത് വെന്തിട്ടില്ല എങ്കിൽ കുറച്ചും കൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് 1-2 വിസിലും കൂടെ വരുന്നവരെ വേവിച്ചാൽ മതി. ഇതിപ്പം ഒരുപാട് വെന്ത് കുഴഞ്ഞു പോയിട്ടൊന്നുമില്ല, കറക്റ്റായിട്ടാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിനകത്തോട്ട് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതിനുശേഷം 1 ടീസ്പൂൺ കടുകും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം കടുകെല്ലാം നല്ലപോലെ പൊട്ടി വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ചെറിയ ഉള്ളിയും പച്ചമുളകും കൂടെ ചതച്ചതാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ ഒരു 10 ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട്, 4 പച്ചമുളകും എടുത്തിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയ്ക്കും ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉണ്ട്. നമ്മളുടെ മുടി വളരാനൊക്കെ കറിവേപ്പില ഒത്തിരി നല്ലതാണ്. ചെറുതായി ഒന്ന് വഴന്നതിന് ശേഷം 3 ഉണക്കമുളക് പൊട്ടിച്ചതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ചും കൂടെ നേരം ഒന്ന് വഴറ്റി കൊടുക്കുക. ഇതിനകത്ത് ചെറിയ ഉള്ളിക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ സവാള ഇട്ട് കൊടുക്കാം. ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുന്നതാണ് കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടായിരിക്കുക. ഇപ്പം ഉള്ളിയെല്ലാം നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. തീ നല്ലപോലെ കുറച്ച് വെച്ചതിന് ശേഷം വേണം നമ്മൾ പൊടികൾ ഇട്ട് കൊടുക്കാൻ. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. വേറെ പൊടികളൊന്നും ഇതിനകത്തോട്ട് ആവശ്യമില്ല. ഇനി വേണ്ടത് തേങ്ങ ചിരവിയതാണ്. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. തേങ്ങ ചിരവിയത് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ 1/4 കപ്പ് ഇട്ട് കൊടുത്താലും മതി. എല്ലാം കൂടെ ഒന്നും കൂടെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതിനുശേഷം ഇതിനകത്തോട്ട് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ മുതിര വേവിക്കുമ്പം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം അത് നോക്കിയിട്ട് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് ചൂടായതിന് ശേഷം നേരത്തെ വേവിച്ച് വെച്ച മുതിരയും കൂടി ഇട്ട് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മൾക്ക് ഇനി ഒരുപാട് ചേരുവകളൊന്നും ഇതിനകത്തോട്ട് ആവശ്യമില്ല. ഇനി ഇത് കുഴഞ്ഞു പോകാത്ത രീതിയിൽ മീഡിയം ഫ്ലെയിമിൽ നല്ലപോലെ ഒന്ന് ഇളക്കിയെടുക്കുക. ഒരുപാട് വെള്ളം ഉണ്ടെങ്കിൽ ഈ സമയത്ത് വെള്ളം വറ്റിച്ചെടുക്കാം. മുതിരയ്ക്കകത്ത് കാൽഷ്യം, അയൺ ഇതൊക്കെ ഒരുപാട് അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് എല്ലുകൾക്കൊക്കെ ഒത്തിരി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് ഉണ്ടാവാനും ഇത് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. കുട്ടികൾക്കും വലിയവർക്കും ഒരുപോലെ ഹെൽത്തിയാണ് മുതിര. അതുകൊണ്ട് ഇത് നമ്മളുടെ ഭക്ഷണത്തിൽ ഇടയ്ക്കിടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളുടെ മുതിര ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞിയുടെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ്. പിന്നെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങളുടെ ഡോക്ടറുടെ അടുത്ത് ചോദിച്ചതിന് ശേഷം മാത്രം ഇത് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാൽ മതി. അപ്പം എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഒത്തിരി ഹെൽപ്ഫുൾ ആയിട്ടുണ്ടായിരിക്കും എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക. അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ കൂടെ ക്ലിക്ക് ചെയ്യുക. അപ്പം നെക്സ്റ്റ് ടൈം ഞാൻ വീഡിയോ ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. നിങ്ങളുടെ ഫീഡ്ബാക്സ് എല്ലാം കമൻസിലൂടെ അറിയിക്കാൻ മറക്കരുത്. നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക് യു.